അറിയാത്തത് ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ്. നബി തങ്ങളും പറഞ്ഞു 7 വൻ പാപങ്ങൾ. അതിൽ ഒന്നാമത്തെ പാപം അൽ-ഇശ്റാക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും വലിയ വഴികേടാണ്, പിഴച്ച മാർഗമാണ് റബ്ബിൽ പങ്കു ചേർക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ അതിവിദൂരമായ വഴികേടിലാണ് അവൻ ചെന്ന് ആപ്പതിക്കുന്നത് എന്നാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും ശിർക്ക് ചെയ്താൽ. നിസ്കാരം, നോമ്പും സകാത്തും ഹജ്ജും ദിക്റും ദുആഉം സ്വലാത്തും തസ്ബീഹും ഖുർആൻ പാരായണവും അടക്കമുള്ള മുഴുവൻ നന്മകളും തകർന്നു പോകാൻ, പൊളിഞ്ഞു പോകാൻ അത് നിമിത്തമായി മാറും. യൈൻ അസ്തക്ത ലയഹ്ബതന്ന അമലുക. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ ബാത്തിലാകും. വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ അംബിയാക്കൾ ആര് ശിർക്ക് ചെയ്താലും ശരി, ചെയ്ത അമലുകൾ ബാത്തിലാകുമെന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. നാലാമതായി, പശ്ചാത്താപമില്ലാതെ തൗബയില്ല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹു പൊറുക്കില്ല, അല്ലാത്തതെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാമെന്നാണ്. അഞ്ചാമത്തെ കാര്യം, ശിർക്ക് ചെയ്താൽ സ്വർഗ്ഗം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗം നിഷിദ്ധമാണ്, ഹറാമാണ്, ഒരു കാലത്തും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആറാമതായി, നരകം അനിവാര്യമാണ്, നിർബന്ധമാണ്. വമഅവാഹുന്നാർ. അവന്റെ സങ്കേതം, വാസസ്ഥലം നരകമാണ് എന്നാണ്. ഏഴാമതായി, ശിർക്ക് ചെയ്ത് ശിർക്കിലായി ജീവിച്ച് ശിർക്കോടുകൂടി മരിച്ചുപോയവന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അർഹതയില്ല, അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാകാന നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പരിചയപ്പെടുത്തി. എട്ടാമതായി, ശിർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒമ്പതാമതായി, പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ, ശഫാഅത്ത് തടയപ്പെടും ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. നബി തങ്ങൾ പറഞ്ഞു ഫഹിയനായത്തുൻ മിൻ മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്കില്ലാതെ മരിച്ചവർക്കാണ് ശഫാഅത്ത് ലഭിക്കുക. പത്താമതായി, പരലോകത്ത് വരുമ്പോൾ വിചാരണ സമയത്ത് അല്ലാഹു തആല പറയും, ആരെയാണോ ആരാധിച്ചത് അവരിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കൊള്ളുക, എന്നോട് പ്രതിഫലം കാംക്ഷിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറയും. മൻ കാന യഅബുദു ശൈഅൻ ഫൽയത്തബിഉഹു. എന്തിനെയാണോ ആരാധിച്ചത് അതിന്റെ പിന്നാലെ കൂടിക്കോ എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തു ന്യായം പറഞ്ഞാലും ശരി, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ ന്യായമില്ല. റബ്ബില്ലാത്തവരേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുപോകാൻ യാതൊരു ന്യായവുമില്ല. അല്ലാഹു തആല പറഞ്ഞു മൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി. പടച്ച റബ്ബിനെ പുറമെ മറ്റൊരു ആരാധ്യനോട് വല്ലവരും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ്റെ അത് തെളിവില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോൾ പിന്നെ തെളിവുണ്ട് എന്ന് ആര് പറഞ്ഞാലും അതൊന്നും തെളിവല്ല. ന്യായമുണ്ട് എന്ന് ആരെങ്ങനെ പ്രസംഗിച്ചാലും അത് ന്യായമല്ല.